അനിശ്ചിതത്വങ്ങളുടെ ഒരു പൂരത്തിനു ശേഷമാണ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി നാളെ ഉച്ചയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാവിലെയും VC-Kയുടെ പിന്തുണ ലഭിച്ചില്ല. അത് നീണ്ടുപോയി. ഒടുവിൽ ഉച്ചയ്ക്ക് ശേഷമാണ് പിന്തുണ നൽകാം എന്ന് VC-K TVK-യെ അറിയിച്ചത്. പിന്നാലെ പിന്തുണ കത്ത് കൈമാറി. അതിന് തൊട്ടു പിന്നാലെ തന്നെ മുസ്ലിം ലീഗും പിന്തുണ കത്ത് കൈമാറി. ഇതോടെ 120 MLA-മാരുടെ പിന്തുണയായി വിജയ്ക്ക്. 117 പിന്തുണയ്ക്ക് വേണ്ട, സർക്കാർ രൂപീകരിക്കാൻ വേണ്ട എണ്ണം. അതിന് പിന്നാലെ ഗവർണറെ കാണാൻ വിജയ് ഇറങ്ങി. എന്നാൽ പാതി വഴിയിൽ തിരിച്ചു വരേണ്ടി വന്നു. ഗവർണറുടെ അനുമതി ലഭിച്ചില്ല. തൊട്ടു പിന്നാലെ തന്നെ അനുമതി ഗവർണർ നൽകി. വീണ്ടും 4ാം തവണ ഗവർണറെ പോയി കണ്ട വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ അനുമതി ലഭിച്ചു. ഇത്തവണ വിജയ്ക്കൊപ്പം കോൺഗ്രസിന്റെ CPI-യുടെയും VC-Kയുടെയും നേതാക്കൾ ഗവർണറെ കാണാൻ ഉണ്ടായിരുന്നു. വിജയ്ക്കൊപ്പം 10 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരുണ്ടാവും. എന്നാൽ CPM, CPI, VC-K, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളിൽ നിന്ന് മന്ത്രിമാരുണ്ടാവില്ല. അവരെല്ലാം വിജയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും DMK സഖ്യത്തോടൊപ്പം തുടരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയ് പ്രഖ്യാപിച്ച വൻ ക്ഷേമ പദ്ധതികളിൽ ചിലത് ഉടനെ തന്നെ നടപ്പിലാക്കും. അത് ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്നതായിരിക്കണമെന്ന് വിജയ്ക്ക് നിർബന്ധമുണ്ട്. എന്തായാലും തമിഴ്നാട് പതിറ്റാണ്ടുകൾക്ക് ശേഷം DMK-യിൽ നിന്നും അണ്ണാ DMK-യിൽ നിന്നും അല്ലാത്ത ഒരു മുഖ്യമന്ത്രിക്കായി വഴിയൊരുക്കുകയാണ്. ചെന്നൈയിൽ നിന്ന് വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.